ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ നമ്മൾക്ക് മറ്റ് ശുശ്രൂഷകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ് തുടർമാനമായി എടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മൾക്ക് വീണ്ടും ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വെളിപാട് പുസ്തകം 2-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായം ഒരു പരിധി വരെ ഒടുവിലത്തെ ക്ലാസ്സിൽ സംബന്ധിച്ചവർക്കറിയാം, ഞാൻ ഇടിച്ചു നിർത്തുന്നത് പോലെയാണ് ഈ 1-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ക്ലാസ് നിർത്തിയത്. 2-ാം അധ്യായം 2ഉം 3ഉം അധ്യായങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ആരംഭിക്കുന്നതാണ്. 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. കർത്താവ് ആസിയയിലെ അഥവാ ഏഷ്യയിലെ 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളാണ് അവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വിശാലമായി നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിലും കഴിയുന്നത്ര സംക്ഷിപ്തമായിട്ട് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 2-ാം അധ്യായത്തിൽ 4 സഭകൾക്കുള്ള ദൂതുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ 4 സഭകൾക്കുള്ള ദൂതുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് എഫെസോസ് സഭയാണ്, രണ്ടാമത്തത് സ്മിർന സഭയാണ്, 3 പെർഗമോസ് ആണ്, 4 ത്വൈതീര സഭയാണ്. ഈ 4 സഭകൾക്കുള്ള ദൂതുകളാണ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ 3 സഭകൾക്കുള്ള ദൂതുകളാണ് കാണുന്നത്. ഇതിലാരംഭമായി നമ്മൾ കാണുന്നത് എഫേസോസ് സഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ കാണുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സഭയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഒരു കാര്യത്തിലാണ് അവർക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ്? ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, ഈ ദൈവസ്നേഹം, അവരുടെ ജീവിതത്തിലെ ദൈവസ്നേഹം കാലക്രമേണ എന്ത് ചെയ്തു? തണുത്തുപോയി. അതാണ് ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സഭയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവസ്നേഹം അവർക്ക്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വിട്ടുകളഞ്ഞു എന്നായിരുന്നു. ദൈവസ്നേഹത്തിൽ കുറവ് സംഭവിച്ചു എന്നല്ല, പിന്നെ ദൈവസ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വേറൊരു ദൈവദാസൻ ഈ സഭയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ്. ഒരു യാഥാസ്ഥിതിക സഭ, ഒരു യാഥാസ്ഥിതിക സഭയെന്നാണ് വേറൊരു പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇന്നത്തെ സഭയുടെ ഒരു ചിത്രമാണ്. നമ്മൾ പഠിച്ചാൽ, ഞാൻ മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ ഈ 7 സഭകളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. ഏഷ്യയിൽ അന്നുണ്ടായിരുന്നത് ഈ 7 സഭകൾ മാത്രമല്ലായിരുന്നു, വേറെയും സഭകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏഷ്യയിലുണ്ടായിരുന്ന
4 സഭകൾ നമ്മൾക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ ഈ 7 സഭകൾ കൂടാതെ വേറെ 4 സഭകൾ കൂടെ നമ്മൾക്ക് തിരുവഴുത്തിൽ കാണാൻ പറ്റും. അത് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന് ത്രോവാസ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-5, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഇവിടെയും ഈ ആസിയയിലെ ത്രോവാസ് എന്ന് പറഞ്ഞ സഭയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് ഏഷ്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സഭയാണ് മിലേത്തോസ് സഭ. മിലേത്തോസിലൊരു സഭയുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അതെല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വലിയ വിഷമത്തിലിരിക്കുന്ന പോലെ തോന്നുന്നു. 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഓർമ്മയുണ്ടോ? അറിയാമോ? പ്രത്യേകത പൗലോസ് അപ്പോസ്തലൻ മിലേത്തോസിൽ വെച്ചാണ് എഫേസോസിലേക്ക് ആളയച്ച് എഫേസോസ് സഭയിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് വിട പറയുന്ന സന്ദേശം നൽകുന്നത് അവിടെ വെച്ചാണ്, മിലേത്തോസിൽ വെച്ചാണ്. അല്ലേ? ഓർമ്മയാണ് അല്ലേ? ഒക്കെ മനപ്പാടമൊക്കെ ഓർത്തിരിക്കണ്ടേ? പിന്നെ 3-ാമത്തെ സഭ കൊലോസ്യ സഭയാണ്. അത് വളരെ അറിയപ്പെടുന്ന ഒരു സഭ. കൊലോസ്യ സഭ അല്ലേ? പൗലോസ് അവർക്കൊരു ലേഖനവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയപ്പെടുന്ന ഒരു സഭയാണ് കൊലോസ്യ സഭ. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ കർത്താവ് നൽകുന്ന ദൂതിൽ ഈ സഭ ഉൾപ്പെടുന്നില്ല. കൊലോസ്യ സഭ ഉൾപ്പെടുന്നില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ കൊലോസ്യ സഭയെക്കുറിച്ചാണ്. 4-ാമത് ഹിയറപ്പൊലി സഭ എന്ന് പറയുന്നൊരു സഭയുണ്ട്. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്. കൊലോസ്യർ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? ഹിയറപ്പൊലി എന്ന് പറയുന്ന ഒരു സഭയും ഇവിടെ ഉണ്ടായിരുന്നു, ഏഷ്യയിലുണ്ടായിരുന്നു. എന്നാൽ ഈ സഭയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? വെളിപാട് പുസ്തകത്തിൽ കർത്താവ് ദൂത് നൽകുന്നില്ല. ഈ 7 സഭകളെ പ്രത്യേകം തെരഞ്ഞെടുത്തത് മറ്റ് സഭകളെ അവഗണിക്കുകയല്ല, പിന്നെ ഏഷ്യയിൽ വന്നുണ്ടായിരുന്ന സഭകളുടെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അഥവാ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 7 സഭകൾക്ക് ദൂത് നൽകുകയായിരുന്നു. ഇനി നമുക്ക് ഈ എഫേസോസ് സഭയെ സംബന്ധിച്ച് ഞാനിപ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇവിടെയൊക്കെ നമ്മുടെ ഈ സഭയിൽ തന്നെ ഈ എഫേസ്യ ലേഖനത്തിൽ നിന്നൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഫേസോസ് എന്ന് പറഞ്ഞ സഭ എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ വിചാരം തെറ്റായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എഫേസോസിൽ സഭ ഉണ്ടായത് എങ്ങനെയാണ്? ഞാൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാം. എഫേസോസിൽ സഭയുണ്ടാകുന്നത് പലരും ധരിച്ചു വച്ചിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനം മുഖാന്തരമാണ് എഫേസോസിൽ സഭയുണ്ടായിരുന്നത്. എന്നാൽ നോക്കുക, ഞാൻ വളരെ വേഗം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വാക്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം 18-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, കൊരിന്തിൽ നിന്ന് പൗലോസ് യെരൂശലേമിലേക്ക് പോകുമ്പോൾ, യെരൂശലേം വഴി അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ, 2ാം മിഷണറി യാത്ര കഴിഞ്ഞ് യെരൂശലേം വഴി
പൗലോസ് അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോകുന്ന സമയം. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടാവും. എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് വിചാരിച്ച് ഞാനങ്ങ് പറയാം. പൗലോസും കൂട്ടരും മിഷണറി യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണെന്നറിയാം? എവിടുന്നാ പ്രാർത്ഥിച്ചു വിട്ടെ? അന്ത്യോക്യയിൽ നിന്നാണ് പ്രാർത്ഥിച്ച് വിട്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ധാരണയല്ല. ഈ ദൈവദാസന്മാർ ക്ലാസ് എടുക്കും. അവിടുന്നാണ് പ്രാർത്ഥിച്ചു വിട്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസിന്റെ പ്രധാനമായ 3 മിഷണറി യാത്രകൾ. ഈ മിഷണറി യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് എവിടെ നിന്നാണോ തന്നെ പ്രാർത്ഥിച്ചയച്ചത് അവിടെ വന്ന് എന്ത് ചെയ്തു? റിപ്പോർട്ട് കൊടുത്തു. ചിലർക്ക് ഈ പ്രാദേശിക സഭയോട് യാതൊരു കടപ്പാടും ഇല്ല. ഒറ്റ പോക്കാണ്. ഒരു പോക്കിന് പോവുകയാണ്. എന്നാൽ ഒരു ശുശ്രൂഷകനെ, ഒരു ദൈവദാസനെ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് അയക്കുന്ന സ്ഥലം സഭയോട് അദ്ദേഹത്തിനൊരു കടപ്പാടുണ്ട്, അല്ലേ? അവിടെ വന്ന് താൻ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇങ്ങനെ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് അന്ത്യോക്യയിലേക്ക് പോകുന്ന യെരൂശലേം വഴിയാണ്. ആ യെരൂശലേം വഴി പോകുന്ന സമയത്ത് പൗലോസ് ചെന്ന് ഇറങ്ങിയ സ്ഥലങ്ങളിൽ, കൊരിന്തിൽ നിന്ന് താൻ വന്ന് ഇറങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നാണ് എഫേസോസ്. നോക്കണം, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിനോട് കൂടെ വേറെ 2 പേരൂടെ ഉണ്ടായിരുന്നു. പൗലോസിന്റെ കൂടെ ഈ എഫേസോസിൽ പൗലോസ് കപ്പലിറങ്ങുമ്പോൾ പൗലോസിന്റെ കൂടെ 2 പേരൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാ? അഖിലാസും പ്രിസ്കില്ലയും. അവർ കൊരിന്തിൽ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നതാണ് ശുശ്രൂഷ. അപ്പോൾ പൗലോസ് അന്ത്യോക്യയിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇവരുടെ പൗലോസിന്റെ കൂടെ വന്ന് എഫേസോസിൽ പൗലോസ് അവിടെ നിന്ന് പെട്ടെന്ന് കപ്പൽ കയറി അവിടെ നിന്ന് താൻ തൻ്റെ യാത്ര തുടരുക. എന്നാൽ ഇവര് ഈ അഖിലാസും പ്രിസ്കില്ലയും അവിടെ ചില ദിവസങ്ങൾ പാർത്തു. ആ സമയത്താണ് അഖിലാവും പ്രിസ്കില്ലയും അവിടെ പാർക്കുന്ന ആ സമയത്ത് അവര് ചെറിയ തോതിൽ അവിടെ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അഖിലാവും പ്രിസ്കില്ലയും അവിടെ താമസിക്കുന്ന സമയത്ത് 24-ാം വാക്യം നോക്കിയാണ്, 18-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന് പറഞ്ഞ ഒരാളവിടെ വന്നു. ഈ സമയത്ത് അഖിലാസും പ്രിസ്കില്ലയും, പൗലോസല്ല കേട്ടോ, അഖിലാസും പ്രിസ്കില്ലയും ഈ അപ്പല്ലോസിനെ ചേർത്ത് അദ്ദേഹത്തോട് കർത്താവിൻ്റെ മാർഗം വ്യക്തമായിട്ട് സൂക്ഷ്മമായി പറഞ്ഞു. ഈ അപ്പല്ലോസ് അവിടെ ആയിരിക്കുന്ന സമയത്ത് താൻ എന്ത് ചെയ്തു? അവിടെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാം. അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം അവിടെ ശുശ്രൂഷിച്ചു. ഇത് അപ്പല്ലോസിന്റെ കാര്യമല്ല. എന്നാൽ അപ്പല്ലോസ് അവിടെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് താൻ നേരെ കൊരിന്തിലേക്ക് തന്നെ പോയി. അതാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് പൗലോസ് നട്ടു, പിന്നെ അപ്പല്ലോസ് നനച്ചു. അതെവിടുത്തെ കാര്യമാണ്? എഫെസോസിലെ കാര്യമാണ്.
അല്ല, അത് ഇവിടെ ഒരു കാര്യമാണ്, അത് കൊരിന്തിലെ കാര്യമാണ്. അപ്പോൾ അപ്പൊല്ലോസ് പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോയി? കൊരിന്തിൽ ചെന്നു. കൊരിന്തിൽ തൻ്റെ ശുശ്രൂഷ തുടർന്നു. ഈ സമയത്ത് 19-ാം അധ്യായം 1-ാം വാക്യം, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുന്ന സമയത്ത് പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എവിടെ എത്തി? എഫേസോസിൽ എത്തി. ശരിക്കുമുള്ള സുവിശേഷ പ്രവർത്തനം നടക്കുന്നത് ഈ സമയത്താണ്. പൗലോസ് അവിടെ എത്തി. ഇനി നോക്കണം, അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരുണ്ട്? ശിഷ്യന്മാർ ഉണ്ട്. ഈ ശിഷ്യന്മാർക്കൊരു വലിയ കുഴപ്പമുണ്ട്. അതാണ് ആദ്യത്തെ 7 വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ ശിഷ്യന്മാര് കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെയായിരുന്നു. പക്ഷേ അവർ പരിശുദ്ധാത്മാവെന്ന് ദൈവം തമ്പുരാനെ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഉള്ളവരല്ലേ. അതെ, പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. പൗലോസ് അവരോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു അവരുടെ സ്നാനം? യോഹന്നാന്റെ സ്നാനമായിരുന്നു. മാനസാന്തര സ്നാനം, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ രണ്ടാമത് സ്നാനപ്പെടും. അപ്പൊ സ്നാനം ശരിയല്ലെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒക്കെ മുങ്ങിയിട്ട് വന്നാൽ ഉടനെ തന്നെ അവരെ അങ്ങ് കൂട്ടായ്മയിലോട്ട് ചേർക്കരുത്. അവരുടെ സ്നാനം ഏതായിരുന്നു എന്നുള്ളത് അന്വേഷിക്കണം കേട്ടോ. വേദോസ്തവത്തിലെ ഒരു വാക്യം വെച്ചാൽ പലരും പറയുന്നത് സ്നാനം ഒരു സ്നാനമേ ഉണ്ട്. പക്ഷെ ആ ഒരു സ്നാനം ഏതാ? ഇവിടെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കിയോ. യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ചവരെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്രിസ്തീയ സ്നാനം അതാണ്. മറ്റേതാണ് മാനസാന്തര സ്നാനം. മാനസാന്തര സ്നാനം ഏറ്റിരുന്നവരെ എന്ത് ചെയ്തു? രണ്ടാമത് സ്നാനപ്പെടുത്തി. ഒടുവിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു എന്ന് അവർക്ക് ബോധ്യം വരുത്തി. 8-ാം വാക്യം നോക്കിക്കാട്ടെ, ഞാൻ വേഗം പറഞ്ഞു പോകാം. 8-ാം വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ചു, പൗലോസ് അവിടെ 3 മാസം എന്ത് ചെയ്തു? യഹൂദന്മാരുടെ പള്ളികളിൽ പോയി അവരുടെ ന്യായപ്രമാണം വെച്ച് അവരോട് സംസാരിച്ചു. എന്നാൽ അവിടെ വലിയ എതിർപ്പുണ്ടായി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? ആ 3 മാസം കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷ തീർന്നു എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പിന്മാറിപ്പോയില്ല. താൻ എന്താ ചെയ്തത്? തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നത് 10-ാം വാക്യത്തിൽ 2 സംവത്സരത്തോളം 9-ാം വാക്യത്തിന്റെ അവസാനം തുറന്നോസിന്റെ പാഠശാലയിൽ താൻ എന്ത് ചെയ്തു? വചനം പഠിപ്പിച്ചു. എത്ര വർഷം? 2 വർഷം. അപ്പോൾ പൗലോസിന്റെ എഫേസോസിലെ ഈ പ്രാവശ്യത്തെ ആകെ ശുശ്രൂഷ എത്രയായിരുന്നു? 2 വർഷവും കുറഞ്ഞത് 3 മാസവും താൻ അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് എഫേസോസിൽ സഭയുണ്ടായത്. നീ നോക്കണേ, ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ 11-ാം വാക്യം നോക്കി. പൗലോസ് അവിടെ വചനം പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തപ്പോൾ ദൈവം വലിയ പ്രവൃത്തി. എന്താ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയേ? ദൈവം പൗലോസ് മുഖാന്തരം എന്ത് ചെയ്തു? അസാധാരണമായ വീര്യപ്രവൃത്തി. ഒരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. പുതിയ നിയമത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അസാധാരണമായ വീര്യപ്രവൃത്തി നടന്നിട്ടുണ്ട്. പക്ഷെ അത് തുടർമാനമായി
നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് അസാധാരണമായ പ്രവൃത്തി. ഇവിടെ ആ അസാധാരണമായ പ്രവൃത്തി നോക്കി എന്താ 12-ാം വാക്യത്തിൽ, അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരിയും തുവാല കൊണ്ടുവന്നിടുമ്പോൾ, അല്ലെങ്കിൽ പഴയകാലത്ത് 2-ാം മുണ്ടൊക്കെ ഇടുമായിരുന്നു, അത് കൊണ്ടുവന്നിടുമ്പോൾ എന്താ രോഗികൾക്ക് സൗഖ്യം വരിക. അപ്പോൾ പൗലോസ് ദൈവവചനം പഠിപ്പിച്ചു, ദൈവം തൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്തു. തൽഫലമായി അവിടെ വലിയൊരു ആത്മീയ ഉണർവുണ്ടായി, അവിടെ സഭയുണ്ടായി. എന്നാൽ അവിടുത്തെ ആ പ്രവർത്തന ഫലമായി ഉണ്ടായ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ വളരെ വേഗം ഒന്ന് പറയാം. നോക്കണം, അവിടുത്തെ മാനസാന്തരത്തിന്റെ ഫലം നോക്കിയ 19-ാം വാക്യം. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. സുവിശേഷം വരുത്തുന്ന പരിവർത്തനമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് കേൾക്കുന്ന ജനങ്ങളിൽ ഈ മാറ്റം ഉണ്ടാകും. ഈ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു യഥാർത്ഥ മാനസാന്തരം അല്ല. രക്ഷയുടെ പ്രതിഫലനം കണ്ടോ? ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നവയ്ക്ക് ഈ പുസ്തകങ്ങളെല്ലാം കൂടെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവര് പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില എത്രയുണ്ടായിരുന്നു? അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ്. ഈ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആണ്? 50,000 വെള്ളിക്കാശ്. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ തോട്ടത്തിലോട്ട്, മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചേക്കാൻ പോയ ഒരു തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ കാര്യം പറയുന്നു. എത്ര കൂലി പറഞ്ഞു വെത്താൻ? 1 വെള്ളിക്കാശ്. ഒരു ദിവസത്തെ കൂലി എത്ര? 1 വെള്ളിക്കാശ്. അപ്പോ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നോക്കി. ഇതാണ് മാനസാന്തരം. ചെലവ് ചെയ്യാതെ ഒരു കൈ ഉയർത്തിയത് കൊണ്ട് ആ ആള് മാനസാന്തരപ്പെട്ടെന്ന് ആരും വിചാരിക്കില്ല. ചുരുക്കി ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള വലിയ പരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ സഭയാണ് ഇത് എഫേസോസിലെ സഭ. വലിയ വില കൊടുത്ത് മാനസാന്തരത്തിലേക്ക് വന്ന ദൈവജനം കൂടി വന്ന ഒരു സ്ഥലം, സഭയാണ് എഫേസോസ് സഭ. ഈ സഭയെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നത്, ആദ്യം ദൂത് കൊടുക്കുന്നത്, ഏഷ്യയിലെ സഭകളിൽ ആദ്യം ദൂത് കൊടുക്കുന്നത് ഈ എഫേസോസ് സഭയ്ക്കാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? ഞാൻ അതിൻ്റെ 2 കാരണങ്ങൾ പറയാം. ഒന്ന്, ഈ സഭ മറ്റ് 6 സഭകൾ അല്ലെങ്കിൽ മറ്റ് 11 സഭകളെ കൂട്ടി വരും. എല്ലാ സഭകളും കൂടെ ചേർന്ന് എത്ര ഉണ്ട്? 11 സഭയുണ്ട്. ഈ 11 സഭകളുടെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഈ സഭയ്ക്ക് ദൂത് നൽകുക. രണ്ടാമത് വേറൊരു കാര്യം, ഇവിടെ ഏഷ്യയിൽ ആദ്യം ഉണ്ടാകുന്ന സഭ ഈ എഫേസോസ് സഭയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സഭയെ ഏഷ്യയിലെ മാതൃസഭ എന്ന് നമ്മൾക്ക് വിളിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ലേഖനം. ഇനി ഞാൻ ഈ ലേഖനം എന്ന് പറഞ്ഞ കാര്യം കൂടെ പറയട്ടെ. ഈ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എല്ലാ സഭയ്ക്കും ലേഖനം എഴുതുമ്പോൾ, ലേഖനം നൽകുമ്പോൾ, കർത്താവ് ദൂത് നൽകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? എഫെസോസ് സഭയിലെ ദൂതന് എഴുതുക. ഇത് എഴുത്താണ്. കർത്താവ് പറയുകയാണ്, എന്നാൽ എന്ത് ചെയ്യുക? സഭയ്ക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ
മറ്റ് ലേഖനങ്ങളെ പോലെയുള്ള ലേഖനങ്ങൾ തന്നെയാണ് ഈ 7 സഭകൾക്കുള്ള ദൂത്. ഇത് എഴുത്താണ്. എഫേസോസ് സഭയ്ക്ക് എഴുതുക, സഭയുടെ ദൂതന് എഴുതുക. ആ സഭയ്ക്ക് എഴുതി കൊടുക്കുന്ന 7 ലേഖനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ലേഖനം ആരിൽ നിന്നുള്ള ലേഖനമാണ്? ഇത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് സഭകൾക്ക് ലഭിക്കുന്ന ലേഖനമാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ 7 സഭകളുടെ പ്രത്യേകതകൾ ഏത് കാലഘട്ടത്തിലെ സഭകൾക്കും ഉണ്ട്, ബാധകമാണ്. ഏത് കാലഘട്ടത്തിലെ, ഓരോ കാലഘട്ടം തിരിച്ച് ചെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഈ 7 സഭകളുടെയും സവിശേഷതകൾ ഏത് കാലഘട്ടത്തിലെയും സഭകൾക്ക് ബാധകമാണ്, സഭകൾക്ക് ഉണ്ടായിരിക്കാം. നമ്മൾക്ക് ഈ എഫേസോസ് സഭയുടെ ദൂത് നമ്മൾക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ എഫേസോസ് സഭയ്ക്കുള്ള ദൂതിന് നമ്മൾക്ക് പ്രധാനമായിട്ടും 7 ഭാഗങ്ങളായി തിരിച്ച് ചിന്തിക്കാൻ പറ്റും. 7 പ്രധാനപ്പെട്ട വിഷയങ്ങളായി വിഭജിച്ച് പഠിക്കാനായിട്ട്. ഞാൻ അധികം വിശദീകരിക്കാതെ വളരെ വേഗം ഈ 7 കാര്യങ്ങളും 1, 2, 3 എന്നൊന്ന് പറഞ്ഞു. ഒന്ന്, ഈ ലേഖനത്തിന്റെ സ്വീകർത്താക്കളാണ്, റെസിപ്പിയൻസ്. ഈ ലേഖനം വായിക്കുന്നത് ആരാണ്? ഒന്ന്, ആദ്യത്തെ സഭ. ഈ ലേഖനം, കർത്താവ് കൊടുക്കുന്ന ഈ ലേഖനം സ്വീകരിക്കുന്നത് ആരാണ്? എഫേസോസ് സഭയാണ്. അങ്ങനെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 2 വിധത്തിൽ അതിനെ നമ്മൾ കാണാം. ഒന്നാം വാക്യം എഫേസോസ് സഭയിലെ ആർക്കാ? അപ്പോൾ ആർക്കായി ഈ ദൂത് ആദ്യം കൊടുക്കുന്നത്? ആർക്കാ കൊടുക്കുന്നത്? ദൂതനാ കൊടുക്കുന്നത്. അപ്പൊ ആദ്യം സ്വീകരിക്കുന്ന ആരാ? സഭയുടെ ദൂതൻ. രണ്ടാമതാണ് ആ ദൂതനാണ് സഭയ്ക്ക് ഇത് കൊടുക്കുന്നത്, ദൂത് കൊടുക്കുന്നത്. ഞാൻ ഓരോ വാചകത്തിൽ അതുകൂടെ ഒന്ന് പറയാം. ഒന്ന്, കർത്താവാണ് ദൂത് പറയുന്നത്, ദൂത് സ്വീകരിക്കുന്നത് ദൂതനാണ്. 3, ദൂതം പറയുന്ന ദൂത് കേൾക്കുന്നത് സഭയാണത് സ്വീകരിക്കുന്നത്. ഇനി ഈ പറയുന്നയാൾ ആരാണ്? കർത്താവ് എന്ന് പറഞ്ഞു, ദൂതനാന്ന് പറഞ്ഞു. ഒടുവിൽ നോക്കിയേ, ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് 7-ാം വാക്യം. എല്ലാ സഭയോടും ഇത് പറയുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഞാന് ഈ കർത്താവ് നൽകുന്ന ഈ ദൂതനെ 4 വിധത്തിൽ നമ്മൾ കാണും. നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞായിരുന്നു, ഈ ദൂതൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ അല്ല, പിന്നെ സഭയ്ക്ക് ദൂത് നൽകുന്ന മെസഞ്ചറാണ്. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന ദൂത് ആർക്ക് കൊടുക്കുകയാണ്? ജനത്തിന് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന ക്രമം ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ. 1, കർത്താവ് കൊടുക്കുന്നു. ആര് വാങ്ങിക്കുന്നു? ദൂതൻ അത് വാങ്ങിക്കും. ദൂതൻ എന്ത് ചെയ്യുന്നു? സഭയ്ക്ക് കൊടുക്കും. ഇനി ആ സഭ അതെങ്ങനെ സ്വീകരിക്കേണ്ടതെന്നറിയാം. അതാ ഇവിടെ നമ്മൾ ഒടുവിൽ വായിച്ചു. എന്താ? ദൈവത്തിൻ്റെ ആത്മാവിന് സഭയോട് പറയാനുള്ള സന്ദേശം. ഞാൻ
വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. ഈ ദൈവവചന ശുശ്രൂഷ കേൾക്കണേ, ലാഘവമായിട്ട് ആരും കാണരുത്. ചില കാര്യങ്ങളൊക്കെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പലരും ഈ വചന ശുശ്രൂഷയെ കാണുന്നത് ഏത് വിധത്തിൽ? എങ്ങനെയാണ് നമ്മൾ വചന ശുശ്രൂഷ? ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് കർത്താവായി സന്ദേശം പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ആരാ? ഹരിയോട് എങ്ങനെ എഴുതിയേക്കുന്നേ? ആരളി ചെയ്യുന്ന? കർത്താവാണ്. എൻ്റെ സഹോദരന്മാരോടാണല്ലോ പറയണ്ടേ, സഹോദരിമാരോടല്ലല്ലോ. ഇത് ഒരു ചടങ്ങായിട്ടും ഇതൊരു പരിപാടിയായിട്ടും ഇതൊരു പരിശീലനമായിട്ടും ഇതൊരു പതിവായിട്ടും വചന ശുശ്രൂഷയാണ്. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഇതെനിക്ക് കർത്താവ് തന്ന സന്ദേശം. ആ ഉറപ്പുണ്ടായി. ഇനി ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കർത്താവ് തന്നതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കയറ്റാൻ പാടില്ല. രണ്ടാമത് കർത്താവ് കൊടുത്തതിനകത്തുനിന്നൊന്നും എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരില്ലേ, എൻ്റെ പ്രിയപ്പെട്ടവരില്ലേ, ഇച്ചിരൊക്കെ മയപ്പെടുത്തിയേക്കാം. പല ദൈവദാസന്മാരെയും ചിലർക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഞാൻ ഈ സമയം ഒത്തിരി ഇങ്ങനെ മിണ്ടാതെന്ന് കളയുന്നുണ്ടല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് വളരെ ഭാരമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് എനിക്ക് കർത്താവ് തന്ന സന്ദേശമാണ് ഞാൻ എൻ്റെ മുമ്പിലുള്ള ദൈവജനത്തിന് നൽകുന്നതെന്ന് ഉറപ്പും ബോധ്യമുള്ള എത്ര പേര് സഭകളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരു മാറ്റം ഉണ്ടാകും. ഞാനിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഒരുമിച്ച് ഇത് പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ച ഒരു സംഗതി എന്ന് പതിവ് അനുസരിച്ചൊരു ക്ലാസ് എടുത്തു. സിയോങ്കുന്ന് സഭയുടെ ഒരു ആഴ്ചയിലെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ബൈബിൾ ക്ലാസ്, വെള്ളിയാഴ്ച തോറുമുള്ള ക്ലാസ്. അല്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്ത് വെച്ച് പോരാനാണെങ്കിൽ എനിക്കത് താല്പര്യം. വ്യക്തമാണ്. ഞാൻ ഇതിന് ഒരു ഉദാഹരണം പറയാം. ഈ കർത്താവ് ശുശ്രൂഷ ചെയ്തപ്പോൾ രാത്രി തോറും ഇദ്ദേഹം എവിടെ പോയി കിടക്കുകയല്ല, എവിടെ പോയിരിക്കുക? ഒലിവുമലയില്ലേ ഇദ്ദേഹത്തിന് അടുത്ത് വരുന്ന ജനത്തിന് കൊടുക്കാനുള്ള സന്ദേശം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. പിന്നെ നോക്കിയേ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം നമ്മൾ ആദ്യം കണ്ട മിലേത്തോസിൽ നിന്ന് എഫേസോസിലേക്ക് ആളയച്ച് ദൂതന്മാരെ മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് പറഞ്ഞു എന്താണെന്നറിയാം, അധ്യക്ഷന്മാരോട് പറഞ്ഞു എന്താണെന്നറിയാം, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
സഹോദരന്മാരെ, ആര് വചന ശുശ്രൂഷ ചെയ്താലും ഈ ഉറപ്പ് ദൈവസന്നിധിയിലുണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് തന്ന സന്ദേശമാണ്. രണ്ടാമത്, ജനത്തിന് ബോധ്യം ഉണ്ടായിരിക്കണം, എൻ്റെ കർത്താവ് കൊടുത്ത ദൂതാണ് ഈ സഹോദരനിവിടെ പുസ്തകം അടച്ചു വെച്ച്. ചിലരാണെങ്കിൽ നല്ല ശബ്ദത്തിലാണ് അടയ്ക്കുന്നത്. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ഒന്നും ചിലരെഴുന്നേറ്റങ്ങ് പോകും. ഇതിനൊക്കെ എന്തുമാത്രം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കേട്ടോ, ഞാനിത് ഇത്തിരി സമയമെടുത്ത് തന്നെ അങ്ങ് പറയാം. ദൈവിക സന്ദേശത്തോടുള്ള സഭയുടെ മനോഭാവം. ഇനിയും സഭ ഇത് കർത്താവ് ഈ ദൈവദാസന് കൊടുത്തിട്ട്, ഈ ദൈവദാസൻ കേവലം കർത്താവിൻ്റെ ഒരു സന്ദേശം പറയുന്ന ഒരു മൗത്ത് പീസായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതെൻ്റെ കർത്താവിന് എന്നോട് പറയാനുള്ള ആലോചനയാണ് എന്നോട് പറയാനുള്ള കാര്യമാണ് ഈ ദൈവദാസൻ പറയുന്നത് എന്നുള്ള ആ ഭാരത്തോടെ, ആ ചിന്തയോടെ, ആ താല്പര്യത്തോടെ ദൈവവചനം കേൾക്കുകയും ഒടുവിൽ പറഞ്ഞ കാര്യം, ഇത് ആത്മാവിന് എന്നോടുള്ള സന്ദേശമാണ്. ഇവിടെ ഈ ദൂത് കൊടുക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യം അടുത്ത് നമ്മൾ ചിന്തിക്കുന്ന അതാണ്. ഒന്ന്, സ്വീകരിക്കുന്ന ഈ കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കുന്ന സ്വീകർത്താക്കൾ ആരൊക്കെയെന്ന് നമ്മൾ കാണാൻ ശ്രമിക്കും. രണ്ടാമത്, ഹു ഈസ് ദ സ്പീക്കർ, ആരാണ് ഇത് പറയുന്നത്, ആരാണ് ഇത് അരുളി ചെയ്യുന്നത്. നോക്കണം, 1-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം തന്നെ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കാട്ടെ. ആരായി ഈ ദൂത് കൊടുക്കുന്നത്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇത് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടല്ലോ. യോഹന്നാൻ കാണുന്നത് ഈ കർത്താവിന്. ഏത് കർത്താവിനെ? കർത്താവിൻ്റെ കയ്യിൽ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. പിന്നെ കർത്താവ് നടക്കുന്ന 7 നിലവിളക്കുകളുടെ നടുവിലാണ് കർത്താവ് നടക്കുന്നത്. ഇത് 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന കർത്താവിൻ്റെ പ്രത്യേകത. ഞാനിവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട, ഒന്നല്ല 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ദൂത് പറയുന്ന ദൈവദാസൻ, ഞാൻ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞാൽ അതുകൊണ്ട് ദീർഘിപ്പിക്കുകയില്ല, ഒറ്റ വാചകത്തിൽ പറയും. ഈ ദൂത് പറയുന്ന ദൈവദാസൻ എവിടെ ഇരിക്കുന്നത്? 7 നക്ഷത്രം. ഈ 7 നക്ഷത്രം എന്താന്നാ? 1-ന്റെ 20-ാം വാക്യത്തിൽ പറയുന്ന 7 നക്ഷത്രം എന്താ? 7 നക്ഷത്രം ആണോ? 7 സഭകളാണ്. അപ്പൊ നിലവിളക്കുകൾ എന്താ? 7 പൊന്നിലവിളക്കുകളാണ് 7 സഭകൾ. 7 നക്ഷത്രം എന്താ? കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ദൂതന്മാരാണ്. സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന ദൂതന്മാരാണ്. ഞാൻ ദൈവദാസന്മാരോട് പറയട്ടെ, കർത്താവിൻ്റെ സന്ദേശമൊക്കെ പറയുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ പേടിയും പേടിക്കേണ്ട. ഞാൻ അഹങ്കാരം പറയുകയാണെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. എവിടെ ഇരിക്കുന്നത്? ഒരു ദൈവദാസൻ എവിടെ ഇരിക്കുന്നത്? കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. ആ ധൈര്യം ഉണ്ടെങ്കിൽ തമ്പുരാൻ നൽകുന്ന ദൂതിനകത്ത് മായം ചേർക്കാതെ അത് പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ അരുളി ചെയ്യുന്ന കർത്താവിൻ്റെ കയ്യിലാണ് ഈ ദൈവദാസൻ ഇരിക്കുന്നത്. സ്തോത്രം. ഒരു വട്ടം കൂടെ ഞാൻ സ്തോത്രം പറയാം. ഞാൻ അവനുള്ളം
കൈമിരിക്കയാൽ നീ ആരുമില്ല നീക്കു ദോഷം ചെയ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത്. ആര് ചെയ്യുന്ന ദോഷവും എൻ്റെ അടുക്കലോളം വരികയില്ല. എന്തെല്ലാം പരിപാടികളായി പറ്റിക്കുന്നതല്ല. എന്നിട്ട് എല്ലാം ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ദൈവം വിളിച്ചിറക്കിയവനെ, കർത്താവിൻ്റെ കയ്യിൽ ദൈവം സൂക്ഷിക്കുന്നവനെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ചിലർക്ക് വലം കൈയാവാം, ചിലർക്ക് ഇടം കൈയാവാം. ഈ വേറെ ദിവസം വായിച്ചാൽ ഈ കർത്താവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇടം കൈയല്ല പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ പറഞ്ഞാലും എന്താ പറയുന്നത്? വലം കൈ. അപ്പൊ പുള്ളിക്ക് വാക്ക് മിക്കവാറും എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം. ഉപയോഗിക്കുന്നതാരാ? ദൂത് പറയുന്ന ദൈവദാസനെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് ദൈവദാസന്മാരും സഹോദരങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടുത്തെ ദാസനെ അങ്ങയുടെ വലം കൈയിലെ അടുത്ത വാചകം എന്താ? ഇണങ്ങിയ ആയുധമായിട്ട് ഉപയോഗിക്കണമേ. ഇണങ്ങിയ ആയുധം. കർത്താവ് സഹായിക്കും. ഒന്ന്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്ന കർത്താവാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ അതൊക്കെ ഒരുപാടുണ്ട്. ഞാൻ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഇടയ്ക്ക് ഒരു പ്രേരണ, ഇത് ഈ പഠനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രേരണ, ഇതൊരു പുസ്തകമാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകമാക്കുകയാണെങ്കിൽ ഞാൻ അക്കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തും. ക്ലാസ്സിൽ അതെല്ലാം കൂടെ വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ദോഷവും വരത്തില്ല. കർത്താവ് ഉപയോഗിച്ചോളും എന്ന് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിവുള്ള കൈയാണ് നമ്മുടെ കർത്താവിൻ്റെ കൈ. പോട്ടെ. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്, ഇത് അരുളി ചെയ്യുന്ന കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത 7 നക്ഷത്രം വലങ്കയിലുണ്ട്. രണ്ടാമത് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാവരും എൻ്റെ കൂടെ ചിന്തിക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നിലവിളക്കുകളുടെ നടുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ നടുവിൽ നടക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. നിലവിളക്കെന്ന് പറഞ്ഞാൽ എന്താ? സഭയാണ്. സഭയുടെ നടുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേൾക്കുക, ഒരു സഭയുടെ യഥാർത്ഥ സ്ഥിതി വ്യക്തമായിട്ടറിയുന്നത് ആരാ? കർത്താവ്. സഭയുടെ ആവശ്യം എന്താണെന്നുള്ളത് ആർക്കറിയാം? കർത്താവിനറിയാം. ഞാൻ ഒരു വാചകം കൂടി ഇതിനോട് കൂട്ടി പറയാം. ഒരു ദൈവദാസന് ദൈവം ദൂത് നൽകുന്നത് സഭയുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞാണ് ഒരു ദൈവദാസന്റെ പക്കൽ ദൈവം എന്ത് കൊടുക്കുന്നത്? ദൂത് കൊടുക്കുന്നത്. ആരും വഴക്കുണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് ഒരു വചന ശുശ്രൂഷ കഴിയുമ്പോൾ അതിന് മനഃപൂർവ്വമുള്ള പരിപാടിയാണെങ്കിൽ അത് തെറ്റാണ്. ചിലർക്ക് ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. എന്തിന്? തങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രയാസം മുഴുവനും
പിന്നെ കോപം മുഴുവനും, ആരോടെങ്കിലും വല്ല പകയുണ്ടെങ്കിൽ അത് മുഴുവനും തീർക്കാൻ. അങ്ങനെയുള്ള വചന ശുശ്രൂഷ വലിയ അപകടകരമാണ്. വലിയ അപകടകരമാണ്. അപകടകരമെന്ന് മാത്രമല്ല, ശിക്ഷാർഹമാണ്. സമയത്തിന് മുമ്പേ കർത്താവ് ചിലരെ ദണ്ഡിപ്പിച്ചെന്ന് വരും കേട്ടോ. അങ്ങനെയുള്ള വചന ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സഭയുടെ ആവശ്യം അറിഞ്ഞ് കർത്താവ് തരുന്ന സന്ദേശം സഭയ്ക്ക് നൽകുമ്പോൾ ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും ദുഃഖിപ്പിക്കാനോ ഉള്ളതല്ല ദൈവവചന ശുശ്രൂഷ. ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാം. ഒരു വചന ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വചന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുടെ മധ്യേ ശുശ്രൂഷിക്കുന്ന സഹോദരിമാരുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മുടെ ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ചിന്തിച്ചാൽ ഒടുങ്ങാത്ത പോലുള്ള കാര്യങ്ങൾ. രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് വിഷമത്തിലായിരിക്കാം നമ്മുടെ മുമ്പിൽ പലരും വന്നിരിക്കുന്നത്. പല ഭാരങ്ങൾ അവരെ അലട്ടുന്നുണ്ടാവാം. വീട്ടിലെ ബുദ്ധിമുട്ടുണ്ടാവാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മക്കളോടുള്ള ബന്ധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ദൈവമക്കളായിരിക്കും, അല്ലേ? ദൈവമക്കളാണ് നമ്മുടെ മുമ്പിൽ. അവർക്ക് എന്ത് കിട്ടണം? അവർക്ക് 1 കൊരിന്ത്യർ 14 പ്രവചന ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ടത് ആശ്വാസം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി പറയുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവത്തിന് പറയാനുള്ളത് ജനത്തിന് കൊടുക്കുന്നവനാണ് ആര്? പ്രവാചകൻ. ആ ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ടത് എന്താ? ആശ്വാസം. ഞങ്ങളൊക്കെ ദൈവദാസന്മാര് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ ഞങ്ങളൊക്കെ പലയിടത്തും വചനം ശുശ്രൂഷിക്കുമ്പോൾ ചിലരിരുന്ന് ഇങ്ങനെ കരയുന്നത് കാണും. എന്താ കാരണം എന്നറിയാമോ? അവര് കരയുന്നത് അവരുടെ ആ പ്രശ്നത്തിന്, അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിന് അവർക്കൊരു ആശ്വാസം ലഭിച്ച ആശ്വാസത്തിന്റെ കണ്ണുനീരാണ്. രണ്ടാമത് സാധിക്കേണ്ട കാര്യം പാപബോധമാണ്. വചന ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താ? പാപബോധമാണ്. നമ്മളത് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ സഭയുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞ് കർത്താവ് കൊടുക്കുന്ന സന്ദേശം ജനത്തിന് അതുപോലെ കൈമാറുന്നവനാണ് ഒരു ദൈവദാസൻ. മാത്രമല്ല, കർത്താവ് അതറിഞ്ഞാണ് ദൂത് നൽകുന്നത്. അരുളി ചെയ്യുന്നത് ആരാണ്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാണ് അരുളി ചെയ്യുന്നത്. ഇനിയും മൂന്നാമതായിട്ട് ഈ എഫേസോ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതിൽ നിന്ന് ഇവിടെ മൂന്നാമത് നമ്മൾക്ക് പഠിക്കാൻ കഴിയും ദ കമൻഡേഷൻ, പ്രശംസാ വചനങ്ങൾ. കർത്താവ് ഈ സഭയെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശംസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ നോട്ടിനകത്ത് 5 പ്രശംസകൾ ഈ ഭാഗത്തു നിന്ന് നോക്കിയെടുത്ത് എഴുതി വെച്ചിട്ട്, ഈ സഭയെ കർത്താവ് പ്രശംസിക്കുന്ന 5 കാര്യങ്ങൾ, നല്ല കാര്യം. ഞാൻ ഇവിടെ ഒരു സന്ദേശം പറയട്ടെ. ഒരു പ്രധാന കാര്യം, ചിലര് വചന ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിന്നാൽ ദോഷം മാത്രമേ കാണൂ. കർത്താവ് ആദ്യം പറയുന്നത് സഭയുടെ ദോഷങ്ങളല്ല, പിന്നെ നല്ല കാര്യങ്ങളാണ്. വചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ സാധിക്കുമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച്, സീൻകുന്നിൽ അങ്ങനത്തെ പരിപാടിയില്ല,
എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. ആദ്യം വിളിച്ചൊന്ന് പറയും, ബ്രദറെ ഇവിടെ വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നു പറയുന്നത് നന്നായിരിക്കും. തെറ്റാ കേട്ടോ, അതങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാര്യം എന്നറിയാം, ഇവർക്ക് ആരോടൊക്കെ വാശി. ഞാനിവിടെ ഒരു പ്രധാന കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. എന്റെ തെറ്റ് എനിക്ക് വെളിപ്പെടുത്തി തരണേ കർത്താവേന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവനിട്ട് അവക്കിട്ട് കൊടുക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. കേട്ടോ, ഇവിടെ കർത്താവ് പറയുന്ന 5 പ്രശംസാ വാചകങ്ങൾ നോക്കുക. 2-ാം വാക്യം ആദ്യം നോക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിയാം. 2-ാമത് പറയുന്നത് എന്താ? പ്രയത്നമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം. പ്രവൃത്തിയും പിന്നെ പ്രയത്നം. ഇതിന് 2 വേർതിരിച്ച് പറയുകയും ചെയ്യാം, അല്ലേ? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച അല്ല, ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരുന്നിടം വരെ ചെയ്ത കാര്യങ്ങൾ സമ്പൂർണമായിട്ട് അറിയുന്ന ആരാ? കർത്താവ്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്ന ദോഷപ്രവൃത്തിയെ കുറിച്ചല്ല, പിന്നെ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും പിന്നെ പ്രയത്നം എന്ന് പറഞ്ഞാൽ അധ്വാനം, കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കർത്താവ് അറിയാം. ഇത് ഈ സഭയെക്കുറിച്ചുള്ള പ്രശംസയായിട്ട് കർത്താവ് പറയുന്ന കാര്യമാണ്. നിന്റെ പ്രവൃത്തിയും പ്രയത്നവും ഞാൻ അറിയാം. ഞാനൊരു നല്ല പഠനം നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. നല്ല പഠനം ഞാൻ നടത്തിയെന്നല്ല, ദൈവാത്മാവ് എനിക്ക് തന്നു. ഒരുപാട് കാര്യങ്ങൾ ദൈവാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു. ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഈ ശവസംസ്കാര ശുശ്രൂഷ നടന്ന ചിലയിടങ്ങളിൽ പറഞ്ഞു, മരണമെന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്രമമാണ്. മരണം എന്താ? വിശ്വാസികൾക്ക് വിശ്രമം. ആർക്കാ വിശ്രമം ആവശ്യം? ആർക്കാ വിശ്രമം ആവശ്യം? അധ്വാനിച്ചവർക്കാ വിശ്രമം ആവശ്യം, അല്ലേ? എവിടെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾ മരിച്ചാലും ആ മൃതദേഹത്തിന്റെ അടുക്കൽ നിന്ന് പലരും പറയും, ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക, സഹോദരി ഇങ്ങോട്ട് പോയേക്കുക. അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടതായിരിക്കും, പറമ്പിൽ ജോലി ചെയ്തതായിരിക്കും, എവിടെ ഓഫീസിൽ ജോലി ചെയ്തതായിരിക്കും. ഏതാ അധ്വാനം? 1 കൊരിന്ത്യർ 15:58 പ്രയത്നം എന്ന് പറയുന്നത് ഏതാണ്? ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേലയിൽ അധികം. അപ്പോൾ ആർക്കാണ് ഉള്ള വിശ്രമത്തിന്റെ കാര്യമായി പറയുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് കേട്ടോ. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കൊല്ലായി? ഉത്തരം പറഞ്ഞു, സ്വന്തം ഉത്തരം പറഞ്ഞാൽ മതി, മനസ്സാക്കി. കർത്താവിന് വേണ്ടി എന്നാ ചെയ്തിട്ടുണ്ട്? ഞായറാഴ്ച രാവിലെ, വെള്ളിയാഴ്ച പകല് സഹോദരിമാരുടെ യോഗം, വെള്ളിയാഴ്ച വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്, അല്ലെങ്കിൽ പ്രാർത്ഥന. ഇതിന് ഇരുന്നേച്ചു പോകുന്നതല്ലാതെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രയത്നം അറിയാം. എഫേസോസ് സഭയുടെ ഏറ്റവും വലിയൊരു സവിശേഷത, അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു സഭയായിരുന്നു. സിയോൻകുന്ന് സഭയുടെ ഞാൻ പറയട്ടെ, കർത്താവിന് ആവശ്യം അധ്വാനിക്കുന്ന സഭയാണ്, പ്രയത്നിക്കുന്ന സഭയാണ്.
പ്രവർത്തിക്കുന്ന സഭയാണ് കർത്താവ്. പ്രവർത്തന നിരതനായിരിക്കുക. രണ്ടാമത് ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യം, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ വാചകത്തിൽ ഒരു കാര്യം പറയാം. ഇവർ വചനം കാക്കുന്ന സഭ, പ്രയത്നിക്കുന്ന സഭയായിരുന്നു. വചനം കേൾക്കുക മാത്രമല്ല, വചനം കാക്കുന്ന സഭയായിരുന്നു. വചനത്തിൻ്റെ ആഴങ്ങളോ വചനമോ ദൈവദാസന്മാർ നൽകിയാൽ ആ വചനത്തെ ഉൾക്കൊള്ളുന്ന സഭയായിരുന്നു. വചനം കൈക്കൊള്ളുന്ന സഭ. വചനം കൈക്കൊള്ളുക മാത്രമല്ല, ആ വചനത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് കണ്ടുള്ള കർത്താവ് അരുളി ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നത് ഇവരെ കേട്ടിട്ട് എന്ത് ചെയ്യാണ്? അതവർ കൈക്കൊള്ളുകയാണ്, അവർ കാക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കാക്കുന്ന സഭ. ആ കാക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ സഹിഷ്ണുതയുള്ളവരായിട്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ദൈവമക്കൾ അതിന് വില കൊടുക്കേണ്ടി വരും. അതാ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ വചനം കേട്ട ഇവർ എന്ത് ചെയ്തു? സഹിഷ്ണുതയുള്ളവരായി തീർന്നു, സഹിക്കാൻ തയ്യാറായി. ദൈവത്തിൻ്റെ വചനം അവർ കാത്തത് വഴി. നമ്മൾ സ്മൃതാ സഭ ചിന്തിക്കുമ്പോൾ ആ വിഷയം കുറെ കൂടെ വിശദമായിട്ടും വിപുലമായിട്ടും ചിന്തിക്കാൻ സാധിക്കും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. കർത്താവിൻ്റെ വചനം കാക്കുന്ന സഭയായി. മൂന്നാമത് ഈ സഭയെക്കുറിച്ച്, ഒന്ന്, ഈ സഭ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന സഭയായി. എ ഹാർഡ് വർക്കിംഗ് ചർച്ച്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന സഭയാണ്. രണ്ടാമത്, ഈ സഭ എ പ്രിസേർവ്ഡ് ചർച്ച്. ദൈവത്തിൻ്റെ വചനം കാക്കുന്ന സഭയാണ്. മൂന്നാമത്, ഈ സഭയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അരുളപ്പാടിൽ കർത്താവ് പറയുന്ന കാര്യം, അരുളപ്പാട് എന്നുള്ള വാക്കാണ് ശരിയല്ലേ? അരുളി ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തു? ശോധന ചെയ്തു. എന്ത് ചെയ്തു? ശോധന ചെയ്തു. ആരെ ശോധന ചെയ്തു? വചനം ശോധന ചെയ്യുന്ന കാര്യമാണ് ഇത്. നോക്കേ, ആരെ ശോധന ചെയ്യുന്ന പറഞ്ഞു? കൊള്ളരുതാത്തവരെ ശോധന. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. ആ വാക്കൊക്കെ എത്ര നല്ല വാക്കല്ലേ? കൊള്ളരുതാത്തവരെ എന്ത് ചെയ്യില്ല? സഹിക്കുക. ഇനിയും അപ്പസ്തലന്മാരല്ലാതിരിക്കെ തങ്ങള് അപ്പസ്തലന്മാരാണെന്ന് പറഞ്ഞ കള്ളയപ്പസ്തലന്മാരെ എന്ത് ചെയ്തു? ഈ എഫെസോസ് സഭ ഇറ്റ് വാസ് എ ഡിസൈനിങ് ചർച്ച് അല്ലേ? എന്താ? ശോധന ചെയ്യുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ പറയട്ടെ, ഇന്ന് ദൈവജനത്തിന് കൈമോശം വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വരം. ഏതാ വരമെന്നറിയാമോ? വിവേചന വരം. ആളുകളെ തിരിച്ചറിയും.
ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും പൗലോസ് അപ്പോസ്തലൻ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറയുന്നത്. അതിലേറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാം? പിശാചിന്റെ തന്ത്രം വേറൊരു സുവിശേഷം അവതരിപ്പിക്കുക, വേറൊരാത്മാവ്, പിന്നെ കള്ള അപ്പസ്തരൻ, കപട വേലക്കാരൻ. ഞാനിതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ തന്നെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പഴമക്കാരായ ദൈവദാസന്മാർ പലരും, ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മ ബന്ധത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രായമുള്ള ദൈവദാസന്മാർ, പക്വതയുള്ള ദൈവദാസന്മാരുടെ മനസ്സിലാക്കി. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം വളരെ സൂക്ഷിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഇതിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? തരം കിട്ടുന്നിടത്ത് പാർക്കാൻ പോകുന്ന, ആരും വായിച്ചിട്ടുള്ളത്? തരം കിട്ടുന്നിടത്ത് പാർക്കാൻ പോകുന്ന ലേവി തിരിച്ചറിയാം, ഡിസൈൻ ചെയ്യണം. ഇന്ന് പറ്റിയിരിക്കുന്ന പരാജയങ്ങൾ ഏറ്റവും പ്രധാനം. എന്നാൽ ഈ സഭയ്ക്ക് എന്തുണ്ടായിരുന്നു? ഡിസൈനിങ് ഉണ്ടായിരുന്നു. നോക്കണം, വൃക്ഷത്തെ തിരിച്ചറിയാനുള്ള, വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാനുള്ള ദൈവകൃപ സഭയ്ക്ക് ഉണ്ടായിരുന്നു. കള്ളന്മാരെന്ന് കണ്ടവരെ എന്ത് ചെയ്തു? തിരസ്കരിച്ചു. അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും അവരെ സഹിച്ചുകൂടാ. ഇനിയും ഈ സഭയെ സംബന്ധിച്ച് ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ തിരസ്കരിച്ചു. അത് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 3-ാം വാക്യത്തിൻ്റെ ഒടുവിൽ, നീ തളർന്ന് തളരാത്ത. 2 കാര്യങ്ങളത് ആ വാചകത്തിലുണ്ട്. ഒന്ന്, പ്രവർത്തിച്ചിട്ട് അവർ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ച് പോയില്ല, തളർന്നു പോയില്ല. 2, പ്രതിബന്ധങ്ങൾ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ അവര് തളർന്നില്ല. ഈ 2 വിധത്തിലും തളരാത്ത ഒരു സഭയായിരുന്നു ഈ സഭ. നോട്ട് ഫെയിൻറ്റഡ് ചർച്ച്. തളരാത്ത, മന്ദത ബാധിക്കാത്ത ഒരു സഭയായിരുന്നു. അപ്പോൾ കർത്താവ് ഈ സഭയെക്കുറിച്ച് പറഞ്ഞ പ്രശംസ വചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. ഇനി 4-ാമത്തെ കാര്യം, അത് ഞാനൊന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ കംപ്ലൈന്റ്, കർത്താവിൻ്റെ പരാതി. ഈ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പരാതി. അത് എത്രാം വാക്യത്തിലാ? 4-ാം വാക്യത്തിൽ. കണ്ടോ? 2:4. എന്താ കർത്താവിന് ഈ സഭയെക്കുറിച്ച് ഒരു പരാതിയുണ്ട്? എന്താ? ഒരൊറ്റ പരാതി, ഒരൊറ്റ കാര്യത്തിലുള്ള പ്രശ്നമുണ്ട്. എന്താ? ആദ്യ സ്നേഹം വിട്ടുകളയാൻ. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ സമയമെടുത്ത് ചിന്തിച്ച ഒരു കാര്യമാണ്. ഒരു കുറവ്, ഇത് വേറെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം. കർത്താവ് ഒരു ന്യായശാസ്ത്രി, പ്രമാണിയായ ഒരു ന്യായശാസ്ത്രിയെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് എത്ര കുറവുണ്ട്? ഒറ്റ കുറവ്. അവൻ പറഞ്ഞു, ഞാൻ ന്യായപ്രമേയി പറഞ്ഞ എല്ലാ പ്രമാണവും എന്ത് ചെയ്യുന്നത്? പ്രമാണിക്കുന്നു. പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എന്താ കുറവ്?
നിനക്കുള്ളത് പോയി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്താ കാര്യം എന്നറിയാം? എല്ലാം വിറ്റ് കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കണമെന്നാണോ വചനത്തിൻ്റെ പ്രമാണം? അല്ല, ഇവൻ ദ്രവ്യാഗ്രഹിയ. കർത്താവ് അതാ ചുണ്ടക്കാട്. നിനക്ക് ഞാനല്ല പ്രധാനം, പിന്നെ പണമാണ് വിഷയം. ഒരു കുറവ്. ദാവീദ് പറഞ്ഞു, ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിച്ചു, അത് മാത്രം എനിക്ക് മതി. എന്താ? ഈ ഒരെണ്ണം, അതിന് വലിയ പ്രാധാന്യം. ഒന്ന്, ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത കുരുടൻ, പിറവിയിലെ കുരുടൻ സൗഖ്യം. അവനോട് പല കാര്യങ്ങളും ഈ വന്ന് യേശുവിനെ കുറ്റം പറയുന്നത്, എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞു. ഇതാ ഈ ഒന്നിന്റെ പ്രാധാന്യം എന്തൊരിക്കേ, എനിക്കൊരു കാര്യം അറിയാം. എന്താ? എനിക്ക് കണ്ണ് കാണത്തില്ല, കുരുടനാണ്. ഇപ്പൊ എനിക്ക് അവൻ പാപിയാണോ നീതിമാനാണോ അത് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണ്. പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യും, ഒന്ന് അത് വളരെ പ്രധാനമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുക. എഫേസോസ് സഭയ്ക്ക് എന്തെല്ലാം ഗുണം ഉണ്ടായിരുന്നാലും ഇതില്ലെങ്കിൽ ഞാൻ ഒരൊറ്റ വാചകത്തിൽ, ഒരു വാചകത്തിലല്ല, ഒരു വാചകം പറഞ്ഞ് എൻ്റെ ആശയം പറഞ്ഞു. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളം നെറ്റിക്ക് എഴുതി വെച്ചിട്ടു. എന്താ അടയാളം? എന്താ അടയാളം? ആ ദൈവദാസൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഒരു രക്ഷിക്കപ്പെട്ട ആളിന് പ്രധാനമായിട്ടും 5 കാര്യം ഓരോ വാചകത്തിൽ. ഒന്ന്, ദൈവഭയം. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം ദൈവത്തെ പേടി. ചിന്തിച്ചു നോക്കി, ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് എടുത്തു. ഞാൻ എൻ്റെ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല. ദൈവഭയത്തിൽ വിശുദ്ധിയെ, ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം. രക്ഷിക്കപ്പെട്ട ആളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ദൈവഭയം. രണ്ടാമത്തെ അടയാളം കർത്താവിനെ അനുസരിക്കും. കേട്ടോ? അനുസരണം, ഒബീഡിയൻസ്. ആരെ? കർത്താവിനെ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കും. ഓരോ വാചകത്തിൽ ഞാൻ പറഞ്ഞു. മൂന്നാമത് ഹോളിനെസ്, ശുദ്ധി. അല്ലേ? ഒരു ന്യായീകരണത്തിന് നിൽക്കത്തില്ല. ജീവിതത്തിൽ ഒരു പോരായ്മ സംഭവിച്ചാൽ അവർക്കൊക്കെ ഇന്നത് വന്നിട്ടുണ്ടോ, അബ്രഹാം കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ഹാക്ക് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, യാക്കോബ് എന്തെല്ലാം കപടനാടകമൊക്കെ അഭിനയിച്ചു. അപ്പൊ നമുക്കും ഒന്ന് കുഴപ്പമുണ്ടോ? നമുക്കും ഒന്ന് ആയിക്കൂടെ? ഒരു ന്യായീകരണമില്ല. വിശുദ്ധി. നാലാമത്, ഒരു ക്രിസ്ത്യാനിയുടെ അതിശ്രേഷ്ഠമായ അടയാളം. ഈ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിനുണ്ട്. അതിനൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്താ അതിന് പറയുന്ന പേരെന്താ? നിർണയം. ഉറപ്പുണ്ട്. രക്ഷ നിർണയം. ഇന്നും മരിച്ചാൽ കർത്താവിൻ്റെ, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ അവൻ്റെ രക്ഷിക്കപ്പെട്ടവൻ്റെ ലക്ഷണം.
ഒടുവിൽ ഇത് പറയാനാണ് ഞാൻ വന്നത്. ഒടുവിലത്തെ കാര്യം, ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നങ്ങനെ അറിയാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന് 37-38 ഉദ്ധരിച്ചു നൽകാം. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. യേശു കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാം? എൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യണം? അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ. എൻ്റെ സഹോദരങ്ങളെ, ഞാനിവിടെ നിർത്തട്ടെ. സമയമൊക്കെ പോയി കേട്ടോ, സമയം കഴിഞ്ഞു. ഞാൻ ക്ലാസ് നിർത്തേണ്ട സമയം. നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. എല്ലാവർക്കും കർത്താവിനെ. എന്നാൽ സകലത്തെക്കാളുപരിയായി ഏറ്റവും അധികം ഇവിടെ കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? സ്വന്തം ജീവനേക്കാൾ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? നമ്മൾ ടി.കെ. സപ്പച്ചൻ്റെ പാട്ട് എപ്പോഴും പാടുമല്ലേ? മിക്കവാറും ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ ഈ പാട്ട് പാടും. ഇന്നും പാടാതിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നേക്കാൾ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒന്നുമില്ലാതെ വന്നാൽ എനിക്കെൻ്റെ കർത്താവ് മതി. അവനാണ് രക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ സഭ രക്ഷിക്കപ്പെട്ടതാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്താ? അവരെന്തു വിട്ടുകളഞ്ഞു? കർത്താവേ സഹായിക്കട്ടെ. ഞാൻ കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് 1974 മെയ് മാസത്തിൽ ഒരു ഞായറാഴ്ച. അന്ന് ഞാൻ എൻ്റെ പിതാവിനോടും മാതാവിനോടും ആരോടും പറഞ്ഞില്ല, എൻ്റെ സഹോദരങ്ങളോട് ആരോടും പറഞ്ഞില്ല. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ സമർപ്പിക്കുകയാണ്. ഞാനന്ന് എൻ്റെ കയ്യിൽ പച്ച കവറുള്ള ഒരു ബൈബിളാണ്. ഇപ്പോഴും ഞാൻ ഹാർഡ് ബോർഡ് ആ ബൈബിളും കൊണ്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ പാടിയൊരു പാട്ടുണ്ട്. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക് എന്നേക്കും, എൻ്റെ യേശു മാത്രം മതി എനിക്ക്. എല്ലാത്തിലുപരിയായി കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.